ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ ഇത് എക്സാമിന് മോട്ടിവേഷൻ, അഡ്ജസ്റ്റ്മെന്റ്, മാൽ അഡ്ജസ്റ്റ്മെന്റ്, ഡിഫൻസ് മെക്കാനിസംസ് ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിഫൻസ് മെക്കാനിസംസ്. അപ്പോൾ ആ പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന ഒരു ബിഹൈൻഡ് എനർജി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മോട്ടിവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കാം. മോട്ടിവേഷൻ എന്ന വാക്ക് രൂപം കൊണ്ടത് മോട്ടം എന്ന് പറയുന്ന ലാറ്റിൻ ടേമിൽ നിന്നാണ്. മനുഷ്യ സ്വഭാവത്തിനെ ശക്തിപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ മനുഷ്യ സ്വഭാവത്തിനെ നിലനിർത്തുന്നത്, അതുപോലെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഒരു വ്യക്തിനെ, ഒരു മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ മോട്ടിവേഷനാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ട ആളാണ് ബൂട്ട്സി. ഇനി ഒരു പ്രവർത്തനം തുടങ്ങാനും അത് നിലനിർത്താനും അതിനൊരു നമ്മുടെ മനസ്സിലൊരു പ്രവണത വേണമല്ലോ, ഒരു ഇന്റേണൽ ഫോഴ്സ്. ആ ഇന്റേണൽ ഫോഴ്സ് ആണ് മോട്ടിവേഷൻ. അഭിപ്രേരണ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ എന്ന് അഭിപ്രായപ്പെട്ടത് ഗിൽഫോർഡ് ആണ്. ഗിൽഫോർഡിന് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിപ്പോ കണ്ടത് എന്താണ് മോട്ടിവേഷൻ എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ മൂലമാണ് ഒരു വ്യക്തിയിൽ ഒരു നീഡ് ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു ആവശ്യം ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഉണ്ടായി വരുന്ന നീഡ് മൂലം ഒരു വ്യക്തിയിൽ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. ആ സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ആ ടെൻഷനെ ലൈറ്റാക്കി കൊണ്ടുവരാൻ, ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ജീവികളും എന്ത് ചെയ്യുന്നുണ്ടാവും? പരിശ്രമിക്കുന്നുണ്ടാവും. അതാണ് ആക്ച്വലി എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്? മോട്ടിവേഷനെ വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓരോ മനുഷ്യനിലും ഓരോ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് അവരുടെ ഉള്ളിൽ ഒരു ഇന്റേണൽ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഉണ്ടാകും, ഒരു നീഡ് ഡെവലപ്പ് ചെയ്യും. ആ നീഡ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് അത് ലൈറ്റാക്കി കൊണ്ടുവരാനായിട്ട് ഓരോ വ്യക്തിയും ശ്രമിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ വളർത്തുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതിൽ മോട്ടിവേറ്റഡ് ആയിട്ട് ആ മോട്ടിവേഷനിൽ അത് വളർന്നു വരിക എന്ന് അർത്ഥമാക്കുന്നത് ഉള്ളിലുണ്ടാകുന്ന ഇന്റേണൽ സ്ട്രെസ്സിനെ ചെറുതാക്കി കൊണ്ടുവരിക, ലൈറ്റ് ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ജീവിയുടെ ബിഹേവിയർ ലക്ഷ്യത്തിനെ ഓറിയന്റ് ചെയ്ത്, നമ്മൾ ലക്ഷ്യോന്മുഖമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിം ഓറിയന്റഡ് ആകുക എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു എയിം ഓറിയന്റഡ് ആയിട്ട് ജീവിക്കാനായിട്ട് ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് മോട്ടിവേഷനാണ്. മാത്രമല്ല ഓരോ ജീവിയും അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും അവരുടെ ആവശ്യം പൂർത്തിയാകുകയും ചെയ്യുന്നത് മോട്ടിവേഷന്റെ പിൻബലത്തിലാണ്. ഇനി മോട്ടിവേഷനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? മോട്ടിവേഷനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഒരാളുടെ അഭിരുചി, ഇൻട്രസ്റ്റ് ആകാം, സഹകരണമാകാം, കോപ്പറേഷൻ ആകാം, ഇനി അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ചില പ്രേരണകളാകാം, പരാജയഭീതിയാകാം, അല്ലെങ്കിൽ മത്സര പുരോഗതിയെ കുറിച്ചുള്ള അറിവാകാം. ഇങ്ങനെ മോട്ടിവേഷനെ കൺട്രോൾ ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ഒരാളുടെ ഇൻട്രസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വരയ്ക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആള് എന്തിനായിരിക്കും ശ്രമിക്കുക? കൂടുതലായിട്ട് ആ ഒരു ഏരിയയിൽ ഡെവലപ്പ് ആവാനായിട്ട് ശ്രമിക്കും. അതുപോലെ പരാജയഭീതി, പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ തോറ്റു പോകുമോ, അല്ലെങ്കിൽ തോറ്റുപോയാൽ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മുന്നിൽ കണ്ടിട്ടാണ് എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ഒന്ന് മോട്ടിവേറ്റഡ് ആകുക. അപ്പൊ അതും വേണമെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? മോട്ടിവേഷനെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമായിട്ട് കൺസിഡർ ചെയ്യാം. അടുത്തത് മത്സരമാണ്, അല്ലെങ്കിൽ പുരോഗതിയെ കുറിച്ചുള്ള അറിവ്. ആദ്യം നമുക്ക് മത്സരം പറയാം. ഇപ്പൊ ഒരു ഓട്ട മത്സരം നടക്കുകയാണ്. ഓട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് ഒരാളുടെ നീഡാണ്. ആ മത്സര ബുദ്ധി അത് മോട്ടിവേഷനെ നിയന്ത്രിക്കും. ഇനി പുരോഗതിയെ കുറിച്ചുള്ള അറിവ്. നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന പുരോഗതി ഉണ്ടാകും എന്നൊരു തോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്ന് ബെറ്റർ ആവാനായിട്ട് ശ്രമിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഇങ്ങനെ മോട്ടിവേഷനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്നാലെണ്ണം. അപ്പൊ ഈ പേരുകളൊന്ന് ഓർത്തു വെച്ചോളൂ: അഭിരുചി, സഹകരണം, ഉൾപ്രേരണ, പരാജയഭീതി, മത്സരം പുരോഗതിയെ കുറിച്ചുള്ള അറിവ്. ഇനി
മോട്ടിവേഷൻ ഉളവാക്കാനായിട്ട് സാധാരണ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ കുട്ടികൾ മോട്ടിവേറ്റഡ് ആവാനായിട്ട് എന്താ നമ്മൾ കൊടുക്കാറ്? സമ്മാനം കൊടുക്കാറുണ്ട്, കയ്യടി കൊടുക്കാറുണ്ട്, പ്രശംസ, അംഗീകാരം. ഇതൊക്കെ മോട്ടിവേഷൻ ഉളവാക്കാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇനി 2 ടൈപ്പ് മോട്ടിവേഷൻ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻട്രിൻസിക് മോട്ടിവേഷനും ഉണ്ട്, എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഉണ്ട്. ഇനി ബാഹ്യ പ്രേരണ കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാതെ ഒരാളുടെ ഉള്ളിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന മോട്ടിവേഷൻ, അതിനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു എക്സ്റ്റേണൽ ഫോഴ്സസിന്റെയും ഇപ്പോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് കിട്ടും അങ്ങനെയല്ലാതെ, ഇപ്പൊ മിഠായി കിട്ടും, സമ്മാനം കിട്ടും അങ്ങനെയല്ലാതെ ഒരാൾക്ക് ഇന്റേണലി ബെറ്റർ ആകണം അങ്ങനത്തെ തോട്ട് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന മോട്ടിവേഷനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പ്രകൃതിദത്തമായ അഭിപ്രേരണ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ നാച്ചുറൽ മോട്ടിവേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഇനി ഒരു വ്യക്തിയിൽ സ്വാഭാവികമായിട്ടുള്ള ആകാംക്ഷ, പ്രേരണ ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടുണ്ടാകുന്ന മോട്ടിവേഷൻ ആണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ആകാംക്ഷ, പ്രേരണ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പുതിയൊരു ടോപ്പിക് വന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ജെൻ ആൽഫ വേർഡ് കണ്ടു. അതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ അതെന്താണെന്ന് അറിയാൻ നമുക്കൊരു ത്വര ഉണ്ടാവുമല്ലോ, ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആ ആഗ്രഹത്തിന് പുറത്ത് നമ്മളൊരു കാര്യം പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ഉള്ളിലുണ്ടാകുന്ന ആഗ്രഹമാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ആകാംക്ഷയാണ്. അതല്ലാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒന്നും ഇതിനെ കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പൊ ഇൻട്രിൻസിക് മോട്ടിവേഷൻ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരാളുടെ നൈസർഗിക വാസനയാണ്, ഒരാളുടെ ഇൻബോൺ ആയിട്ട് കിട്ടിയിട്ടുള്ള ചില എബിലിറ്റീസ് ആണ്. ഒരാളുടെ പ്രവൃത്തി, ബാഹ്യമായ സമ്മാനങ്ങൾ, നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ ഇതിനാലൊക്കെ പ്രേരിതമായിട്ട് ഒരാള് പ്രവൃത്തി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിനെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇത് ബാഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രേരണയാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടും, ക്ലാസ്സിൽ ഫസ്റ്റ് ആകാം, അതിനൊരു ട്രോഫി കിട്ടും, അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അംഗീകാരമാണ് എന്നതുകൊണ്ട് പഠിക്കുന്നതും ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് പഠിക്കുന്നതും രണ്ടാണ്. ആകാംക്ഷ കൊണ്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. അംഗീകാരം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ മുന്നിൽ കണ്ട് പഠിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അപ്പൊ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മോട്ടിവേഷൻ ആണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അപ്പൊ ഇതെപ്പോഴും ബാഹ്യ ചുറ്റുപാടുകളിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുക. ഇനി അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അത് മക് ക്ലെലൻഡ് ആണ്, മക് ക്ലെലൻഡ്. ഇനി ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നേടുന്നതിൽ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന മോട്ടിവേഷൻ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി അത് നേടാനുള്ള മോട്ടിവേഷൻ അല്ലെങ്കിൽ ലക്ഷ്യം നേടാനുള്ള ഒരു ഇൻട്രസ്റ്റ് അത് ഓരോ വ്യക്തിയിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആ ഇൻട്രസ്റ്റിനോട് അനുസരിച്ച് ഓരോ വ്യക്തിയിലും അത് ഇങ്ങനെ കൂടുകയും കുറയുകയും അങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുമ്പോൾ പേഴ്സൺ ടു പേഴ്സൺ ഈ മോട്ടിവേഷന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. മോട്ടിവേഷന്റെ അളവിൽ ഓരോ പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ചിലർക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, ചിലർക്ക് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഡിപ്പെൻഡിങ് അപ്പോൺ പേഴ്സൺ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി പരാജയം, ഭീതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എപ്പോഴും വിജയിക്കാനുള്ള പ്രേരണയേക്കാൾ കൂടുതൽ ഏതാണോ മുന്നിൽ വരണേന്ന് നോക്കണം. അതായത് പരാജയ ഭീതിയാണോ അല്ലെങ്കിൽ വിജയം നേടാനുള്ള ടെൻഡൻസി ആണോ, ഏതാണ് മുന്നിൽ? അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അഭിപ്രേരണ ഏത് തരമാണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ചില കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കും. അതെന്തുകൊണ്ടാണ്? അത് ചെയ്ത് നമ്മൾ ലക്ഷ്യത്തിൽ എത്തില്ല എന്നൊരു ഉള്ളിലൊരു ചിന്തയുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് പ്രേരണ തരും? ഒഴിവാക്കാനുള്ള മോട്ടിവേഷൻ ആയിരിക്കും തരാം. ഓക്കെ, മോട്ടിവേഷനെ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷെ ഒരു വ്യക്തിയിൽ മുന്നോട്ട് പോകാനും
അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യം നേടിയെടുക്കാനും ഉള്ളിൽ നിന്ന് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എബിലിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ബൂണാണ് യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റ്, ഒരു വ്യക്തി തന്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയോട് തൃപ്തികരമായി പ്രതികരിക്കുന്നതിനും തന്റെ സാമൂഹികപരമായ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ സോഷ്യൽ എൻവയോൺമെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ നീഡ്സ് അനുസരിച്ചൊക്കെ ഒരാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സ്വീകരിക്കുന്ന ചില പെരുമാറ്റങ്ങളുണ്ട്, പെരുമാറ്റ രീതികൾ. അതിനെയാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റൽ കണ്ടീഷനുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് പോകുന്നത്, അതിനെയാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ സ്വന്തം പരിസ്ഥിതിയും അതായത് നമ്മുടെ സ്വന്തം എൻവയോൺമെന്റും സമൂഹവുമായിട്ട് ഇണങ്ങിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന ബിഹേവിയേഴ്സിനെ, വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ ആണ്, ആ ബിഹേവിയേഴ്സിനെ അല്ലെങ്കിൽ ആ ബിഹേവിയർ ചേഞ്ചസിന്, ചില ബിഹേവിയർ ചേഞ്ചസ് വന്നാലാണ് നമുക്ക് സൊസൈറ്റിയിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മൃഗങ്ങൾ ചെയ്യുന്ന പോലെ പല കാര്യങ്ങളും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം സൊസൈറ്റിയിൽ അത് അക്സെപ്റ്റഡ് അല്ല. അപ്പൊ അങ്ങനെയല്ലാതെ സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഒരു വ്യക്തിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അയാളുടെ അഡ്ജസ്റ്റ്മെന്റ് എബിലിറ്റിയാണ്. ഇനി എന്താണ് ഡിഫൻസ് മെക്കാനിസം? ഒരാൾക്ക് ഉണ്ടാകുന്ന മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷണൽ ഡാമേജ് എന്നൊക്കെ നമ്മൾ പറയില്ല, മോഹഭംഗം, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഒരു വ്യക്തി സ്വീകരിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. അതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇവിടെ കുറച്ചധികം ഡിഫൻസ് മെക്കാനിസംസ് തന്നിട്ടുണ്ട്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് പതിയെ പതിയെ നോക്കാം. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഡിഫൻസ് മെക്കാനിസം നമ്മൾ നോക്കുന്നത് ഡിനയൽ ആണ്. ഡിനയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്ലസന്റ് അല്ലാത്ത, തികച്ചും അൺപ്ലസന്റ് ആയിട്ടുള്ള ചില ട്രൂത്ത് ഉണ്ടാവും. ഓക്കെ, അൺപ്ലസന്റ്, അരോചകമായിട്ടുള്ള ചില ട്രൂത്ത്സ്, അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചിലർ സ്വീകരിക്കുന്ന മാർഗം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത് കണ്ടില്ല എന്നുള്ളത് നടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വിളിക്കുകയാണ്, ബാക്കിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കാത്ത പോലെ നടന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് എടുക്കാതിരിക്കാൻ ശ്രമിക്കും. അപ്പൊ ഇങ്ങനത്തെ മെത്തേഡ്സ് ആണ് ഡിനയൽ എന്ന് പറയുന്നത്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ നോർമലായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ക്യാൻസർ ആണ് ഡിറ്റക്ട് ചെയ്യാണ്, ക്യാൻസർ ആണെന്ന് തെളിയാണ്, പക്ഷെ അയാൾ അത് അക്സെപ്റ്റ് ചെയ്യണില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെന്തോ മെഡിക്കൽ തെറ്റാണ്, അങ്ങനത്തെ രീതിയിൽ അതിനെ നിഷേധിക്കാനായിട്ട് ചിലർ ശ്രമിക്കും. അപ്പൊ അത് എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിഫൻസ് മെക്കാനിസം വർക്ക്ഔട്ട് ആവുന്നതാണ് ആക്ച്വലി. ഇനി അടുത്ത് നോക്കാം, സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായിട്ട് മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുന്നതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു. ഇപ്പൊ കുട്ടിയോട് പേരൻസ് ചോദിച്ചു എന്തുകൊണ്ടാണ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത്? കുട്ടി സ്വാഭാവികമായിട്ടും പറയുന്ന ആദ്യത്തെ ഉത്തരം എന്തായിരിക്കും? ആ ടീച്ചർ എടുക്കുന്നൊന്നും മനസ്സിലായില്ല, എനിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും മനസ്സിലായില്ല, അങ്ങനെ പറയും. അപ്പൊ കുട്ടിയുടെ ഭാഗത്ത് ചിലപ്പോൾ കുട്ടി പഠിക്കാത്തതുകൊണ്ടായിരിക്കും. കുട്ടി ആ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ കുറ്റം ടീച്ചറുടെ മേൽ ആരോപിച്ചു. ഇങ്ങനെ സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ മേലെ തെറ്റുകൾ ആരോപിക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിരാശാബോധത്തിൽ നിന്ന് മോചിതനാകാനുള്ള ഒരു തന്ത്രമാണ്. നിരാശാബോധത്തിൽ നിന്ന് മോചിതനാകാൻ. അപ്പൊ നമ്മൾ രണ്ടു തരം ഡിഫൻസ് മെക്കാനിസം കണ്ടു, പ്രൊജക്ഷൻ കണ്ടു, ഡിനയൽ കണ്ടു. ഇനി മൂന്നാമത്തെ നോക്കാം, റിപ്രഷൻ. വേദനാജനകമായിട്ടുള്ള എക്സ്പീരിയൻസസ് അത് നമുക്ക് ഭയങ്കര മെന്റൽ സ്ട്രെസ് തരുമല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ മനസ്സിന് എന്തെങ്കിലും സാക്ഷാത്കരിക്കാനാകാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനഃപൂർവ്വം നമ്മൾ വളരെ ബോധപൂർവം മനസ്സിന്റെ അബോധ തലത്തിലേക്ക് അല്ലെങ്കിൽ അൺകോൺഷ്യസ് തലത്തിലേക്ക് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് തലത്തിലേക്ക് അതിനെ തള്ളിക്കളയുന്ന
ബോധപൂർവം തള്ളിക്കളയുന്ന പ്രക്രിയയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഒരു റേപ്പ് വിക്ടിമിന് ഒരിക്കലും ആ ഒരു ഇൻസിഡന്റ് പ്ലസന്റ് അല്ല. അപ്പൊ കുട്ടി അയാൾക്ക് എന്ത് ചെയ്യണം? അത് മറക്കണം. ബോധപൂർവമായിട്ട് തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ടയർഡിങ് പ്രോസസ്സാണ് ആക്ച്വലി റിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ, ഐഡന്റിഫിക്കേഷൻ. അടുത്തത് ഐഡന്റിഫിക്കേഷൻ. ഇനി ഒരാളുടെ വിജയം, ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വിജയിക്കാൻ പറ്റിയില്ല, പക്ഷെ മറ്റൊരാളുടെ വിജയത്തെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും അയാൾ വിജയിച്ചതിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനെ പറയുന്ന പേരാണ് ഐഡന്റിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ചില പേരൻസ് ഉണ്ട്, അവർക്ക് ചിലപ്പോൾ ഫാമിലിയിലെ സാഹചര്യങ്ങൾ കൊണ്ട് അവരാഗ്രഹിച്ച ഒരു പ്രൊഫഷൻ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അവരെന്തായിരിക്കും ചിന്തിക്കുക? തങ്ങളുടെ മക്കളെ കൂടെ ആ ആഗ്രഹം പൂർത്തിയാക്കണം. അപ്പൊ അങ്ങനെ മക്കള് നേടിയെടുക്കുന്നതിലൂടെ വിജയം കണ്ടെത്തുന്ന ചില മാതാപിതാക്കളുണ്ട്. അവർ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഐഡന്റിഫിക്കേഷൻ. അതുപോലെ ഇപ്പൊ ചിലർക്ക് വേണമെങ്കിൽ ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ക്രിക്കറ്റ് പ്ലേയേഴ്സ് അവർ വന്ന ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് അയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അയാളുടെ വിജയം നമ്മുടെ വിജയമായി കാണുന്ന അങ്ങനത്തെ മെത്തേഡിൽ കൂടെ ഒക്കെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അതുപോലെ ചിലർക്ക് സിനിമയിലെ താരങ്ങളോടുണ്ടാകുന്ന ആരാധന, ഇതൊക്കെ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അടുത്തതാണ് സപ്രഷൻ. നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അബോധ മണ്ഡലത്തിലേക്ക് ബോധപൂർവം തള്ളിവിടുന്ന പ്രക്രിയയാണ് സപ്രഷൻ. തൊട്ടു മുമ്പ് നമ്മൾ കണ്ടത് എന്തായിരുന്നു? റിഗ്രഷൻ ആയിരുന്നു. അത് നാച്ചുറൽ പ്രോസസ്സാണ്. ഇത് ബോധപൂർവം തള്ളിയിടുന്നതാണ്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളെ ബൈ ടൈം നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ അതിനെ റിപ്രഷൻ എന്ന് വിളിക്കാം. ഇനി മെന്റൽ സ്ട്രെസ് കൊടുത്ത് നമ്മൾ അതിനെ മനഃപൂർവ്വം മറന്നു കളയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സപ്രഷനാണ്. അപ്പൊ ഈ റിഗ്രഷനും സപ്രഷനും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചോളൂ കേട്ടോ അത്. ഇനി പരാജയം ഉണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് അതിൽ ആശ്വാസം കണ്ടെത്തുന്നതിനെ പറയുന്ന പേരാണ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തീകരണം. അപ്പൊ നമുക്കൊരു പരാജയം ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇന്റർവ്യൂവിന് പരാജയപ്പെട്ടു. അപ്പൊ ഇന്റർവ്യൂവിന് പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് പറയും? അവര് ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കിട്ടാതിരുന്നത്. ബാക്കി എല്ലാത്തിലും ഞാൻ ടോപ്പായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതെന്തുകൊണ്ടാണ്? അവിടെ ഇരുന്നവര് ഓൾറെഡി അവര് ആരെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്ന ആ മെത്തേഡിനെയാണ് റാഷണലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്താണ് നോക്കൂ. ധനികനായ ഒരു സുഹൃത്തിന്റെ പണം മോഷ്ടിച്ചു. അതിന് ന്യായീകരണമായിട്ട് അവൻ ധനികനല്ലേ, അവൻ ഇതൊരു നഷ്ടമല്ല എന്ന് പറഞ്ഞ് ചെയ്ത കുറ്റത്തിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അത് റാഷണലൈസേഷൻ ആണ്. ഇനി റാഷണലൈസേഷൻ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ പറയാറുണ്ടല്ലോ, കിട്ടാത്ത മുന്തിരി പുളിക്കും അല്ലെ, അല്ലെങ്കിൽ കിട്ടാത്ത നാരങ്ങയ്ക്ക് മധുരം കൂടുതലാണെന്ന് പറയും, അല്ലെങ്കിൽ പുളി കൂടുതലാണെന്ന് പറയും. രണ്ട് രീതിയിൽ നമുക്കിതിനെ പറയാനായിട്ട് പറ്റും. റാഷണലൈസേഷൻ രണ്ട് രീതിയിൽ പറയാം. കിട്ടാത്ത മുന്തിരിക്ക് പുളിയാണെന്ന് പറയാം, അല്ലെങ്കിൽ കിട്ടിയ നാരങ്ങയ്ക്ക് മധുരമാണെന്ന് പറഞ്ഞ് ആശ്വസിക്കുകയും ചെയ്യാം. ഇതിലേതായാലും റാഷണലൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത് നോക്കുക, സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അയാളുടെ പ്രവൃത്തികളോ വികാരങ്ങളോ സമൂഹം ചിലപ്പോൾ അംഗീകരിക്കുന്ന കാര്യങ്ങളാവില്ല. അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന മെത്തേഡാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു തന്നിരിക്കുന്നത് നോക്കൂ. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരാൾക്ക് പഠിക്കാനായിട്ട് അധികം കഴിവില്ല, പക്ഷെ അയാൾക്ക് മറ്റു ചില കഴിവുകളുണ്ട്. ഇപ്പോൾ സ്പോർട്സിൽ ഏതെങ്കിലും
ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് അയാൾക്ക് പറ്റുന്നുണ്ടാകാം. അങ്ങനെ മറ്റെന്തെങ്കിലും കഴിവുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾ എപ്പോഴും എന്തിനായിരിക്കും പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക? ഈ കാര്യങ്ങളിൽ അയാൾക്ക് ബെറ്റർ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യലി ആക്സെപ്റ്റഡ് അല്ലാത്ത ഒരു ബിഹേവിയർ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് മറ്റൊരാളെ ഉപദ്രവിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്, ഒരു സാഡിസ്റ്റ് നേച്ചർ. അപ്പം അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ? സൊസൈറ്റിയിൽ അത് ആക്സെപ്റ്റഡ് അല്ല. അപ്പം അങ്ങനെ ഒരു സമയത്ത് അയാൾക്ക് ഇതേ കാര്യത്തിനെ തന്നെ മറ്റൊരു രീതിയിൽ, സമൂഹം അംഗീകരിക്കുന്ന മറ്റൊരു രീതിയിൽ പ്രദർശിപ്പിക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ബോക്സിങ് മറ്റൊരാളെ ഉപദ്രവിക്കലാണല്ലോ ബേസിക്കലി. അങ്ങനെ ടാർഗറ്റഡ് ആയിട്ടല്ലെങ്കിലും ഒരാളെ ഇടിക്കുന്നു, അല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കാൻ പറ്റുന്ന ഒരു അവസരം, അത്തരം അവസരങ്ങളിൽ ഇയാളത് പ്രകടിപ്പിക്കുകയാണ്, യൂസ്ഫുൾ ആയിട്ട് മാറുകയാണ് അത് ആക്ച്വലി. അപ്പം അയാൾക്ക് വേറൊരാളെ ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിക്കാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് എന്തിലേക്ക്, ബോക്സിംഗ് പോലെയുള്ള ചില സ്പോർട്സ് ഐറ്റംസിലൊക്കെ പങ്കെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അയാൾക്കത് സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ടാലൻ്റാക്കി പ്രകടിപ്പിക്കാൻ പറ്റും. ആ ഒരു മെത്തേഡിനെയാണ് സബ്ലിമേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ, കോമ്പൻസേഷൻ. ഒരു കുട്ടിക്ക് ഇപ്പോൾ പഠിക്കാൻ കഴിവ് കുറവാണ്, പക്ഷെ ആ കുട്ടിക്ക് സ്പോർട്സിൽ കഴിവ് കൂടുതലുണ്ട്. അപ്പൊ ഇവിടെയുള്ള കഴിവ് കുറവ് മറ്റൊരു സ്ഥലത്ത് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നു. ആ ഒരു മെത്തേഡിനെയാണ് കോമ്പൻസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഒരു വ്യക്തിക്ക് അയാൾ ലഭിച്ചിരുന്ന അംഗീകാരം കിട്ടാതെ വരുമ്പോൾ അയാളുടെ ഡെവലപ്മെന്റ് സോണിലെ മുമ്പത്തെ ഏതെങ്കിലും അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതിനാണ് റിഗ്രഷൻ എന്ന് പറയും. നമ്മൾ തൊട്ടുമുമ്പ് ഒരു റിപ്രഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇത് റിഗ്രഷൻ. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് എന്തായിരുന്നു? ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു കുട്ടിയുണ്ട്, രണ്ടാമതൊരു കുട്ടി വരുമ്പോൾ മൂത്ത കുട്ടിക്ക് സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ആളെ കൂടുതൽ കെയർ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഈ മൂത്ത കുട്ടി എന്ത് ചെയ്യും? അയാളുടെ ഏർലി ഡെവലപ്മെന്റ് സ്റ്റേജസിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കും. അത് അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കിട്ടിയ കുട്ടിയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബെഡിലൊക്കെ കിടന്ന് മുള്ളുന്നതൊക്കെ നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടിയാണ് ഒരു വീട്ടിലുള്ളത്. രണ്ടാമതൊരു കുട്ടി വന്നപ്പോൾ ആ മൂത്ത കുട്ടീനെ നോക്കുന്നില്ല എന്നൊരു ഉള്ളിലൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയിൽ സ്വാഭാവികമായിട്ടും റിഗ്രഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം വർക്കൗട്ട് ചെയ്യും. ആ ഒരു മെക്കാനിസത്തിന്റെ ഫലമായിട്ട് കുട്ടി ബെഡിൽ മൂത്രമൊഴിക്കുക, ബെഡ് വെറ്റിംഗ് നടത്തുക എന്നുള്ള ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലേക്ക് പിന്നിലേക്ക് സഞ്ചരിക്കും. ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ ചെയ്ത പല കാര്യങ്ങളും ചെയ്താൽ മാത്രമാണ് പാരൻസിന്റെ അറ്റൻഷൻ തനിക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്ത വന്നിട്ടാണ് കുട്ടി അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്. അത് എന്തിന്റെ ഭാഗമാണ്? റിഗ്രഷന്റെ ഭാഗമാണ്. അടുത്ത് നോക്കുക, അഗ്രഷൻ. ഇപ്പൊ തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് തിരിച്ച് അതേ നാണയത്തിൽ തന്നെ അതേപോലെ തന്നെ പ്രതികരിക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു ആക്രമണ സ്വഭാവത്തെയാണ് നമ്മൾ അഗ്രഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളെയൊക്കെ ഒന്നിച്ച് അല്ലെങ്കിൽ അപ്പാടെ തന്നെ തള്ളിക്കളയുന്ന ഒരു സ്വഭാവമുണ്ട്. അതിനെയാണ് നെഗറ്റിവിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിരാശ കൂടുതൽ ഉണ്ടാകുന്ന ആളുകളിലാണ് ഈ ഒരു നെഗറ്റിവിസം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒക്കെ നേരിടാനായിട്ട് ഇവർക്ക് മടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? എപ്പോഴും ഒരു കലഹപ്രിയരായിട്ട് എപ്പോഴും അടിയിടി ഉണ്ടാക്കി നടക്കുന്ന ഒരു നേച്ചറോട് കൂടിയായിരിക്കും ഇവർ പോവുക. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും തടസ്സങ്ങൾ ഉണ്ടാകും. ഈ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മാനസിക സംഘർഷം ലഘൂകരിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ അതുമല്ലെങ്കിൽ മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് സംതൃപ്തി നേടാനോ നമ്മൾ ശ്രമിക്കും. ഇതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സാമ്പിൾ വന്നിരിക്കുന്നത് നോക്കൂ. ഡോക്ടർ ആകാൻ ആഗ്രഹിച്ചൊരു കുട്ടി, ആ കുട്ടി എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് പക്ഷെ കിട്ടിയില്ല. പക്ഷെ എന്ത് ചെയ്യും? പകരം ആ കുട്ടി എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കും? ഒരു നേഴ്സായിട്ട് മാറാനായിട്ട് ശ്രമിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡോക്ടറും ആവാൻ പറ്റിയില്ല, എന്നാൽ നേഴ്സായിട്ട് അതേ ഫീൽഡിൽ വർക്ക് ചെയ്യാനൊരു ആഗ്രഹം. അത് സ്വയം ഒരു ആശ്വസിപ്പിക്കലാണ്. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആഗ്രഹിച്ചത് ഒന്നായിരിക്കും, കിട്ടിയത് മറ്റൊന്നായിരിക്കും. കിട്ടിയതിനെ കൊണ്ട് ആഗ്രഹിച്ച കാര്യത്തിന് കോമ്പൻസേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടിയിട്ട്
പ്രശ്നങ്ങളും വിഷമങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഒരു എബിലിറ്റിയാണ് എംപതി എന്ന് നമ്മൾ പറയാറുള്ളത്, അല്ലെ? പരീക്ഷയിൽ പരാജയപ്പെട്ട ഒരു കുട്ടി തന്റെ കഠിന പ്രയത്നം അല്ലെങ്കിൽ അധ്യാപകൻ പക്ഷപാതപരമായിട്ടാണ് പെരുമാറിയത്, സഹപാഠികൾ കാണിച്ചു തന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ അനുകമ്പ നേടാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെ എംപതി ജനറേഷന്റെ ഭാഗമാണ്. ഇനി ചിലരെന്ത് ചെയ്യും? എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനായിട്ട് ശ്രമിക്കും, വിഡ്രോവൽ. ആ മെക്കാനിസത്തിനെയാണ് വിഡ്രോവൽ എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞൊരു ഭീരുത്വമാണ്. ഇപ്പൊ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ശക്തിയില്ലാതെ ഒളിച്ചോടുന്നതിനെയാണ് വിഡ്രോവൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ചില സബ്ജക്ട്സ് പഠിക്കാൻ ഇഷ്ടമില്ലാതെ, അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ സബ്ജക്റ്റ് പഠിക്കാതെ അത് ഒഴിവാക്കാനായിട്ട് ചില കുട്ടികൾ ശ്രമിക്കും. അല്ലെങ്കിൽ ചിലര് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും പറഞ്ഞ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകും. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മളിപ്പോ പറഞ്ഞ വിഡ്രോവലിന് എക്സാമ്പിളാണ്. ഇനി ഒട്ടകപക്ഷിയുടെ ഒരു നേച്ചറോടെ പറയുന്നുണ്ട്, ഓസ്ട്രിച്ച് മെത്തേഡ്. ഒട്ടകപക്ഷി കൊടുങ്കാറ്റൊക്കെ ഉണ്ടാവുമ്പോൾ തല എന്ത് ചെയ്യും? മണലിനകത്ത് പൂത്തിവെക്കും. അങ്ങനെ പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റ് വന്നടിച്ച് പോവും. ഒട്ടകപക്ഷിക്ക് അതൊരു പ്രശ്നമല്ലാതെ ആ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നും അറിഞ്ഞില്ല, ഞാനായിട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറുന്ന മെത്തേഡിനെയാണ് ഓസ്ട്രിച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ക്ലാസ്സിലൊരു ടീച്ചർ ചോദ്യം ചോദിക്കാൻ, കുട്ടിക്ക് ഉത്തരം അറിയില്ല, പക്ഷെ എല്ലാം അറിയാം എന്നുള്ള ഭാവത്തിൽ ചിലരിരിക്കും, അല്ലെ? അത് ഓസ്ട്രിച്ച് മെത്തേഡാണ്. ഇനി റിയാക്ഷൻ ഫോർമേഷൻ, ഇതെന്താണെന്ന് നോക്കാം. റിയാക്ഷൻ ഫോർമേഷൻ ഇത് നമ്മൾ അധികം കേൾക്കാത്ത ഒരു മെത്തേഡാണ്. ഇനി ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള ചില വ്യക്തികൾ ഉണ്ടാവും. ആ വ്യക്തികളോട് ഉണ്ടാകുന്ന അതേ ഇഷ്ടക്കേട് ചില വസ്തുക്കളോടും കാണിക്കും. ഇപ്പോ ഇഷ്ടമില്ലാത്ത ഒരാളോട് ഇഷ്ടമുണ്ടെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്ന കുറച്ച് പേരുണ്ടാകും. ആ ഒരു മെത്തേഡിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ല, പക്ഷെ അത് സൊസൈറ്റിയിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ലതായിട്ട് അഭിനയിക്കുന്നു. ആ ഒരു മെത്തേഡാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി ചിലർക്ക് ഈ ദിവാസ്വപ്നം കാണുക എന്നൊരു മെത്തേഡ് ഉണ്ട്, ഫാന്റസി. അതായത് ഒരാൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പല കാര്യങ്ങളുണ്ടാകാം, അത് വിചിത്ര കൽപ്പനകൾ നടത്തുക എന്ന് പറയും. മനസ്സിൽ ഭ്രമിപ്പിക്കുന്ന ചില ചിന്തകളൊക്കെ ആയിട്ട് വരും. അപ്പൊ ആ ഒരു മെത്തേഡാണ് ഫാന്റസി എന്ന് പറഞ്ഞാൽ. അതൊന്നും റിയൽ അല്ല, യാഥാർത്ഥ്യത്തിൽ നിന്നൊരു ഒളിച്ചോട്ടാണ്, അതൊരു നിഷ്ക്രിയത്വം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി മറ്റൊന്നാണ് ഇമോഷണൽ ഇൻസുലേഷൻ. ഇപ്പോ ഒരു പരാജയം സംഭവിച്ചു, സ്വാഭാവികമായിട്ടും നിരാശയും ഉത്കണ്ഠയൊക്കെ ഉണ്ടാവില്ല. ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു വൈകാരിക അകൽച്ചേനെയാണ് നമ്മൾ ഇമോഷണൽ ഇൻസുലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻട്രോജക്ഷൻ, അന്തർപ്രക്ഷേപണം അല്ലെങ്കിൽ അന്തർക്ഷേപണം എന്ന് പറയും. ഇതെന്താണ് നോക്കുക. നമ്മള് മറ്റുള്ളവരിൽ നിന്ന്, നമുക്കൊരു പരിചയമില്ലാത്ത അന്യരിൽ നിന്ന് ചില ആശയങ്ങളും മനോഭാവങ്ങളും ഒക്കെ സ്വീകരിച്ച് ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിനാണ് നമ്മൾ ഇൻട്രൊജക്ഷൻ എന്ന് അർത്ഥമാക്കുന്നത്. ഇപ്പം മാതാപിതാക്കളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ചില മുതിർന്നവരിൽ നിന്നും കുട്ടികൾ പല പെരുമാറ്റ രീതികളും ഉൾക്കൊള്ളാറുണ്ട്. ആ വ്യക്തി ചിലപ്പോൾ ഉൾക്കൊണ്ട വ്യക്തി ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ മാനറിസംസ്, അവരുടെ തോട്ട്സ്, ഇതൊക്കെ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡിനെയാണ് ഇൻട്രോജക്ഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ഈഗോസെൻട്രിസം. ഇത് കുറച്ചധികം മെത്തേഡുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് റിപ്രഷൻ, റിഗ്രഷൻ, സപ്രഷൻ, ഇതൊക്കെയാണ്. നമ്മൾ സ്ഥിരം തെറ്റിക്കാറുള്ളതും ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് ഒരു പരിഗണനയോ അല്ലെങ്കിൽ പ്രശംസയോ ഇതൊക്കെ കിട്ടി ലഭിക്കുന്ന ചില കുട്ടികളുണ്ട്. അവരെപ്പോഴും സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. കാരണം ഇതൊന്നും കിട്ടാണ്ട് വളരുന്ന ചിലരുണ്ടാകും, അല്ലെ? അപ്പൊ തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ ഇത്തരത്തിലെ പ്രശംസയും സപ്പോർട്ടൊക്കെ കിട്ടി വളർന്നവര് സ്വാഭാവികമായിട്ടും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള മറ്റു പല വഴികളും തേടാം, അല്ലെ? ഇതിനെയാണ് ഈഗോസെൻട്രിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
കുട്ടികൾ ദുശാഠ്യം പിടിക്കുന്നത്, ഇങ്ങനെ വാശി പിടിച്ച് കരയുന്നതൊക്കെ ഈ ഈഗോ സെൻട്രിസത്തിന് എക്സാമ്പിൾ ആണ്. ഇനി ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികളും ആശാഭംഗങ്ങളും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. കാരണം ഇപ്പൊ നമുക്ക് ഒരാളുടെ അറ്റൻഷൻ വേണം, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ എക്സ്ട്രീം നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമുണ്ട്. ഇപ്പൊ കുട്ടിക്ക് ഒരു ആവശ്യമുണ്ട്, കുട്ടി സ്വാഭാവികമായിട്ടും കുട്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഉപാധി എന്തായിരിക്കും? കരഞ്ഞു വിളിക്കും അല്ലെ, ഒറ്റയടിക്ക് കരഞ്ഞു വിളിക്കും. അത് കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ പിണങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, നിഷേധ പ്രകടനങ്ങളുണ്ടാകും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള, കാര്യം നടത്താൻ വേണ്ടിയിട്ടുള്ള ചില കാണിക്കലുകൾ മാത്രമാണ്. ഇപ്പൊ ക്ലാസ്സിൽ ചില കുട്ടികൾ കാണിക്കുന്ന കുസൃതികൾ അല്ലെങ്കിൽ നിഷേധ സമീപനം, ഇതൊക്കെ എന്തിനു കാരണമാണ്? ഈ ഒരു മെത്തേഡിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അടുത്തതാണ് ഡിസ്പ്ലേസ്മെന്റ്. യഥാർത്ഥത്തിൽ നമുക്ക് ഒരാളോടാണ് ദേഷ്യമുള്ളതെന്ന് വിചാരിക്കാം, പക്ഷെ അയാളോടുള്ള ദേഷ്യം നമ്മൾ വേറൊരാളോട് പ്രകടിപ്പിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് അർത്ഥമാക്കുന്നത്. ഇപ്പൊ ചിലര് വീട്ടിൽ എന്തെങ്കിലും അടി ഉണ്ടാക്കിയിട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ വഴി കാണുന്നവരോടൊക്കെ ദേഷ്യം ഉണ്ടാവും, അങ്ങനെ പ്രകടിപ്പിക്കുന്നവരുണ്ട്. അത് ഏത് മെത്തേഡാണ്? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വായിക്കാനുള്ളത് മാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റ് എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മാൽ അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ നമുക്കൊരു സൊസൈറ്റൽ കണ്ടീഷൻ ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ എൻവയോൺമെന്റ് ആയിട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയെയാണ് മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ ഒരു വ്യക്തി സ്വന്തം പ്രശ്നങ്ങൾക്ക് തെറ്റായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്? മാൽ അഡ്ജസ്റ്റ്മെന്റിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയായിരിക്കാം ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ? നമുക്ക് അല്ലെങ്കിൽ അതിനുണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഫ്രസ്ട്രേഷൻ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാൻ പറ്റാത്തതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക ക്ഷമതക്കുറവാകാം, അതായത് ന്യൂറോൺസിൽ എന്തെങ്കിലും ഡാമേജ് വന്നതാകാം, അല്ലെങ്കിൽ തനിക്ക് കഴിവില്ല എന്നുള്ള ചിന്തയാകാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തൊരവസ്ഥയാകാം. അങ്ങനെ എന്ത് വേണമെങ്കിലും മാൽ അഡ്ജസ്റ്റ്മെന്റിന് കാരണമാകാം. അപ്പൊ ഒരു വ്യക്തിയുടെ ഒരു എയിം ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തിക്ക് ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റൽ കൺട്രോൾസ്, ചില പേഴ്സണൽ കുറവുകൾ, ഇതൊക്കെ എന്തിലേക്ക് ലീഡ് ചെയ്യാം? മോഹഭംഗത്തിലേക്ക് നയിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ ആഗ്രഹ പൂർത്തീകരണം നടക്കാതെ പോയി, അങ്ങനെ ഒരു വിഷമം ഉള്ളിലുണ്ടാകാം. ശരിക്കും 3 തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടെന്ന് പറയാം. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇതെന്താണെന്ന് നോക്കാം. ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാത്രം തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വരാണ്. ആ ഒരു അവസ്ഥയെയാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അയാൾക്ക് ബാങ്കിൽ ജോലി കിട്ടി. സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, BEd കണ്ടിന്യൂ ചെയ്യണം, ബാങ്കിൽ ജോലിക്ക് പോകണം. അപ്പോൾ രണ്ടും ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഒന്നേ എടുക്കാൻ ഓപ്ഷൻ ഉള്ളൂ. ആ സമയത്ത് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് എന്താ നോക്കൂ, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അതെന്താണ് നമുക്ക് നോക്കാം. ഒരു കാര്യം സ്വീകരിക്കുകയും ചെയ്യണം, എന്നാൽ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാര്യത്തിന് നമുക്ക് നിഷേധിക്കാൻ വേണം. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ. ഐസ്ക്രീം വളരെ ഇഷ്ടമാണ്, പക്ഷെ അതുകൊണ്ട് അസുഖം ഉണ്ടാവുന്ന കാരണം ഐസ്ക്രീം കഴിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടി, ആൾക്ക് ഐസ്ക്രീം കഴിക്കണമെന്നും ആഗ്രഹമുണ്ട്, അമ്മയുടെ നിന്ന് ചീത്ത ഒഴിവാകുകയും വേണം. ഐസ്ക്രീം കഴിക്കണമെന്നുണ്ട്, എന്നെ ചീത്ത കേൾക്കാനും പാടില്ല. ആ ഒരു ആഗ്രഹത്തിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് വൺ നോക്കൂ. നമുക്ക് ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കണം. രണ്ടും ഒരുപോലെ ഇഷ്ടമല്ല, അതിലൊന്ന് തിരഞ്ഞെടുക്കണം. ആ സമയത്ത് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. എക്സാമ്പിൾ നോക്കൂ. ട്യൂഷന് പോകാൻ ഒരു കുട്ടിക്ക് ഇഷ്ടമില്ല, പക്ഷെ ട്യൂഷന് പോയില്ലെങ്കിൽ അച്ഛൻ ശിക്ഷിക്കും. അപ്പൊ ട്യൂഷന് പോകാതിരിക്കണം, അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കണം. രണ്ടും കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ്. ഇൻട്രസ്റ്റ് ഇല്ലാത്ത 2 കാര്യങ്ങളിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഏത്? അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്.
ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന പോർഷൻസ്. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഏതെങ്കിലും പോർഷൻസിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ എന്നൊന്ന് പറയാമോ? സബ്ലിമേഷന്റെ മലയാളം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ഉദാത്തീകരണം എന്നാണ് സബ്ലിമേഷന്റെ മലയാളം കേട്ടോ. ഉദാത്തീകരണം. ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും പോർഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഏകദേശം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങളൂടി നോക്കാം. ഒരു ചോദ്യം ഇങ്ങനെയാണ്: പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി തന്റെ കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നതിന് ശ്രമിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ഏതാണ്? ഉത്തരം ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് ഏതാണ്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് അനുപൂരണമാണ്. അനുപൂരണം. അനുപൂരണത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്തായിരുന്നു? കോമ്പൻസേഷൻ ആണ്. കോമ്പൻസേഷൻ. ഓക്കെ, ഇനി മറ്റൊന്ന് നോക്കാം. ഇപ്പൊ കുട്ടികളില്ലാത്ത ദമ്പതിമാര്, ഒരു പാർട്ട്നേഴ്സ്, അനാഥാലയങ്ങളിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളും തുണികളൊക്കെ നൽകുന്നു. ഇത് ഡിഫൻസ് മെക്കാനിസത്തിലെ ഏത് മെത്തേഡായിട്ട് നമുക്ക് പരിഗണിക്കാം? ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുട്ടികളില്ലാത്ത രണ്ടുപേര് അവർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അത് ഏത് മെത്തേഡായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? അത് സബ്ലിമേഷൻ ആണ് കേട്ടോ. ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ ആണ്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ള പൂശി എന്ന് വെച്ചാൽ പെയിന്റ് അടിച്ച് മനോഹരാക്കാനായിട്ട് ചുമതലയേൽപ്പിച്ചു. പിന്നീട് ഒരിക്കലും ആ കുട്ടി ചുമരുകൾ വൃത്തികേടാക്കിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വൃത്തികേടാക്കാൻ ശ്രമിക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും കൂടി ചെയ്തു. ഓക്കെ, അപ്പൊ ഇതൊരു ടീച്ചർ ഉപയോഗിച്ചൊരു മെത്തേഡാണ്. ഏത് മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചത്? ഇവിടെ ഉപയോഗിച്ച മെത്തേഡ് സബ്ലിമേഷൻ ആണ്. സബ്ലിമേഷൻ. ഓക്കെ, അപ്പൊ ഈ ചോദ്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തില് അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ആ പോർഷൻസ് ഒക്കെ എല്ലാവരും ഒന്ന് വായിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാമും അടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് വായിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പൊക്കോളൂ. ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്ന് എന്തായാലും 1 or 2 ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കും. കാറ്റഗറി 2ലും ചോദിക്കും, 3ലും വരും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണ്ട. ഓക്കെ, താങ്ക് യു.